സക്കറിയ പ്രവാചകൻ്റെ പ്രവചന ഗീതത്തിൽ നമ്മൾ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് കാണുന്നത്. ഒന്ന് ഈശോയെക്കുറിച്ചുള്ള കാര്യങ്ങളും, രണ്ട് സ്നാപയോഹന്നാനെ കുറിച്ചുള്ള കാര്യങ്ങളും. അതിനകത്ത് ഈശോയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളിനകത്ത് ഇപ്രകാരമാണ് പറയുന്നത്: ദാവീദിൻ്റെ ഭവനത്തിൽ ഒരു രക്ഷകനെ ഉയർത്തി എന്നാണ്. അതായത് ഈശോയുടെ ജനനത്തെക്കാൾ ഈശോയെക്കുറിച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈശോ ഒരു രക്ഷകനാണ് എന്നാണ്. എവിടെ നിന്നുള്ള രക്ഷകൻ? നമ്മുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു രക്ഷകൻ. അതുപോലെ തന്നെ അവിടുന്ന് ഈ സക്കറിയ പ്രവാചകൻ്റെ പ്രവചനഗീതത്തിൽ നമ്മൾ കാണുന്ന രണ്ടാമത്തെ ഒരു കാര്യം, പിതാവായ അബ്രാഹത്തോട് കാണിച്ച കാരുണ്യമാണിത്. ഈശോയുടെ ജനനം എന്ന് പറയുന്നത് നമ്മോട് മാനവകുലത്തോട് കാണിക്കുന്ന അവിടുത്തെ കരുണയുടെ ഫലമാണ്. അവിടുത്തെ കരുണയാണിത്. അത് നമ്മുടെ ആരുടെയും അവകാശമല്ല, നമ്മുടെ ആരുടെയും യോഗ്യതകൾ കൊണ്ടല്ല. അതുകൊണ്ട് നമുക്ക് ഈ ജനനത്തിരുന്നാളായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ ഈശോയുടെ ജനനം നമ്മുടെ ആരുടെയും അവകാശമല്ല, അത് കർത്താവ് നമ്മോട് കാണിച്ച ഒരു കരുണയാണ്. ഇനി ഈശോ ഇപ്രകാരം നമ്മളെ രക്ഷിക്കുകയും അവിടുത്തെ കരുണ കാണിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് സക്കറിയ പ്രവാചകൻ പറയുന്നുണ്ട്. അതിപ്രകാരമാണ് പറയുന്നത്: പരിശുദ്ധിയിലും നീതിയിലും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടിയാണ്. പരിശുദ്ധിയിലും നീതിയിലും ശുശ്രൂഷ ചെയ്യുവാനുള്ള ഒരു വിളിയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. ഈശോയുടെ ജനനവും ഈശോയുടെ മരണവും ഈശോയുടെ പീഡാനുഭവവും കുരിശുമരണവും ഒക്കെ നമുക്ക് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടുത്തെ മുമ്പിൽ വിശുദ്ധിയോടെയും നമ്മുടെ സഹോദരങ്ങളോട് നീതിയോടെയും പെരുമാറാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ ഒരു ദൗത്യവും നമുക്കുണ്ട്. അത് നമുക്ക് മറന്നു പോകാതിരിക്കാം. ഈ ഒരു ജനനത്തിരുന്നാളിനായിട്ട് ഒരുങ്ങുമ്പോൾ അവിടുത്തെ മുമ്പിൽ പരിശുദ്ധിയോടെയും നീതിയോടെയും നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഇന്ദ്രിയ നിഗ്രഹത്തെക്കുറിച്ചാണ്. ഒരു വചനഭാഗം നമുക്ക് ശ്രമിക്കാം. 12:1 പറയുന്നു: നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുന്നു. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. ഈ വിഷയത്തെക്കുറിച്ചുള്ള 1-2 പോയിന്റ്സുകൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചാലോ. ശരീരത്തിൽ ആത്മാവിന്റെ വേർതിരിക്കലാണ്. അരൂപിയിലുള്ള ജീവിതം, സ്നേഹത്തിന്റെ ത്യാഗം, സ്നേഹത്തിന്റെ രക്തസാക്ഷിത്വം. നമ്മുടെ ശരീരത്തിൽ പരിശുദ്ധാരൂപിയെ കൊണ്ടുവരലാണ്. അരൂപിയെ മഹത്വത്തിലേക്ക് എടുത്തുയർത്തലാണ്. ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ലോകത്തിൻ്റെ ആഗ്രഹങ്ങൾ തിരിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിലേക്ക് അടുക്കുവാൻ നമ്മളെ ഇന്ദ്രിയങ്ങളെ കൂടുതലായി അടുപ്പിച്ചുകൊണ്ട് ഈ ക്രിസ്മസ് കാലഘട്ടം നമുക്ക് ഏറ്റവും സന്തോഷവും സുഖപ്രദമായ ഒരു കാലഘട്ടമായി മാറ്റുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഒരുങ്ങാം. ഹാപ്പി ക്രിസ്മസ്.